വെൽക്കം ടു സ്റ്റാർ ജാം. മലയാളികൾ മഹാബലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ പോവാണ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിന്റെ സ്വന്തം അലക്സ് സൈമൺ എന്ന രജത് മേനോൻ, അതായത് ഞാൻ. രജത് മേനോൻ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. എന്താ പറയണ്ടേ, ഞാൻ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ആൻഡ് ക്ലബ് എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കമാൻ, ഇത് എല്ലാ TV ചാനലിലും എല്ലാ റേഡിയോ സ്റ്റേഷനിലും കേൾക്കുന്നതാണ്. വേറെ ഡിഫറെന്റ് ആയിട്ട് ഒരു ഓണം മെസ്സേജ് ഇല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓണം മെസ്സേജ് ഞങ്ങൾ ഒരു സിനിമയാക്കി ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണ സമ്മാനം എല്ലാ മലയാളികൾക്കും. ആസ് എ യങ്സ്റ്റർ, പിന്നെ ഈ നാട്ടിലുള്ള മലയാളികളുടെ അടുത്ത് പറയാനുള്ള ഒരു ഡിഫറെന്റ് ഓണം മെസ്സേജ് പറയും. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ, തീർച്ചയായും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ ആരും പൈറേറ്റഡ് CDs പോയി കാണരുത്. മര്യാദയ്ക്ക് തിയേറ്ററിൽ പോയി ഓണാഘോഷം ആഘോഷിക്കുക. ഈ ഇൻഡസ്ട്രിയിൽ എത്രാമത്തെ ഓണമാണ് രജത്തിന്റെ? ഇതിപ്പോ എന്റെ 6th ഓണമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് എന്താ പറയാ, മമ്മൂക്കയുടെ ഒപ്പമുള്ള ഒരു 10th ഓണമാണ്. ആൻഡ് മമ്മൂക്കയോടൊപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഓണത്തിന് തിയേറ്ററിൽ വരുന്നു. ഞാനത് പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നു. സോ ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓണം ബമ്പർ ഓഫറാണ്. 6ാമത്തെ ഓണം ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ സ്കൂളിൽ ചേർക്കാനായി. കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെത്തി. സ്റ്റാൻഡേർഡിലൊക്കെ കഴിഞ്ഞു. സോ ടെൽ മീ, പിന്നെ ഇപ്പൊ എത്രാം ക്ലാസ്സിൽ എത്തിയെന്നാ തോന്നുന്നത്? പാസ്സായി വരുന്നു. എക്സാംസ് ഒക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പാസ്സാവും. വെരി നൈസ്. ഇന്ന് രജത് മേനോൻ എന്നുള്ള യങ് ആക്ടറിനെയാണ് ഞാൻ മിക്സിയിലിട്ട് ജാം ആക്കാൻ പോകുന്നത് ഓൺ സ്റ്റാർ ജാം. സോ വെൽക്കം ടു മൈ ഷോ. യെസ്, താങ്ക് യു. ഇനി തുടങ്ങിക്കോളൂ, എന്നെ ജാം ആക്കിക്കോളൂ. ടൺ കണക്കിന് ഫൺ. ആക്ടർ രജത് മേനോൻ ആൻഡ് ഷാൻ വിത്ത് യു ഓൺ സ്റ്റാർ ജാം. ഹായ് രജത്. ഹായ് എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. വെൽക്കം. തുടങ്ങിക്കോളൂ, ജാം ആക്കാനുള്ള പരിപാടിയല്ലേ. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തം കേരളത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഡിഫൈൻ ദൈവത്തിന്റെ സ്വന്തം നാട്. ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു കേരളത്തെ കുറിച്ച് തന്നെയാണ് പണ്ട് മഹാബലിയൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ടാവാം. ഹലോ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പണ്ട് മഹാബലി പറഞ്ഞിട്ടില്ല. 1900 ഇന്നത്തെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് തോന്നുന്നുണ്ടോ? കേരളത്തെ കുറിച്ച് മാത്രം പറയുന്നത് ശരിക്കും പറയാച്ചാൽ ഒരു മോശപ്പെട്ട കാര്യമാണ്. ബിക്കോസ് ഓൾ ഓവർ ഇന്ത്യ തന്നെ ആക്ച്വലി പറയേണ്ടി വരും. കാരണം ഒരുപാട് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ. ഇന്നത്തെ കേരളത്തിൽ കേൾക്കുന്ന 1-2 വാക്കുകൾ ഞാൻ പറയാം. രജത് മേന്റെ വൺ വേർഡ് റിയാക്ഷൻ എനിക്ക് കേൾക്കണം. കഴിഞ്ഞ ഓണം മുതൽ ഈ ഓണം വരെ കേരളത്തിനകത്ത് കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. സോളാർ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യല്ലേ എന്നുള്ളതാണ് പ്രാർത്ഥന. അനിശ്ചിതകാല ബസ്സവരം, അതൊക്കെ ഭയങ്കര യൂഷ്വൽ അല്ലേ, നമ്മുടെ കൂടപ്പിറപ്പ് പോലെ. ഇപ്പോ ഉപരോധം, അടുത്ത വാക്ക്. മലയാളികൾ കണ്ട ഏറ്റവും വലിയൊരു അപരാധമാണ് എന്ത്? ഉപരോധം. ഫൈനലി സ്പീഡ് ഗവർണർ. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഋഷിരാജ് സിംഗ് എനിക്ക് വളരെ നല്ല ഇംപ്ലിമെന്റേഷൻ ആണ് ഈ കാര്യത്തിലൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് വേണം, ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. കാരണം എനിക്ക് നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എസ്പെഷ്യലി മറ്റേ ബസ്സൊക്കെ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതോ പ്ലെയിൻ ഓടിക്കുന്ന പോലെയൊക്കെ സ്പീഡിലൊക്കെ പോകുന്നത്. അപ്പൊ നല്ലതാണ്, ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇറ്റ്സ് വെരി മച്ച് നീഡഡ്. ഒഴിച്ചിരിക്കുന്നത് ബസ്സിൽ ഒഴിക്കേണ്ട പെട്രോൾ ആണോ റോക്കറ്റിൽ ഒഴിക്കേണ്ട പെട്രോൾ ആണോ? ഭയങ്കര ഡൗട്ടാണ് ആക്ച്വലി എങ്ങനെയൊക്കെയാ പോകുന്നത്. മാത്രമല്ല ഈ ബസ് ഓടിക്കുന്നവര് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഞങ്ങൾ പോവും, നിങ്ങൾ വേണമെങ്കിൽ മാറുന്നു, വേണമെങ്കിൽ ജീവൻ കൊണ്ടുപോയിക്കോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, സോ ഇതാണ് രജത് മേനോൻ കണ്ട കേരളം. ക്ലബ് FM സ്റ്റാർ ജാമിൽ ടൺ കണക്കിന് ഫൺ. മാവേലി എങ്ങനെ മലയാള നാട്ടിലേക്ക് വരുന്നു എന്നതല്ല, മറിച്ച് മലയാളികൾ എങ്ങനെ ഈ നാട്ടിലൂടെ പോകുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് നൗ എൻ്റെ കൂടെ രജത് മേനോൻ ഉണ്ട്, ആക്ടർ ഓൺ സ്റ്റാർ ജാം. വെൽക്കം ബാക്ക് ടു മൈ ഷോ. യെസ്, താങ്ക് യു. കേരളത്തിൽ എത്ര കാലമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 10 years. ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ഇവിടുത്തെ ആൾക്കാർ ആക്ച്വലി വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള നല്ലവരാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവരാരും ഒന്നും ഉപയോഗിക്കില്ല, സിഗ്നൽ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും കാര്യമായിട്ടുള്ള ഉപയോഗമില്ല. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, അങ്ങോട്ട് പോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ചെന്നൈയിലായിരുന്നല്ലേ രജത്ത്? അതെ. അവിടുത്തെ ബസ്സുകാരും ഇവിടുത്തെ ബസ്സായിരുന്നു ഉള്ള വ്യത്യാസം എന്താ? ഈ ബസ്സുകാരെ ആക്ച്വലി സത്യം പറയാച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. തമിഴിൽ പേശിയാലും സ്പീഡ് തന്നെയാണ്. തമിഴിൽ പേശിയാലും സ്പീഡ് തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ ട്രാഫിക് ഒക്കെ അവിടെ ഭയങ്കര ഓവർ ഡോസ് ഓഫ് ട്രാഫിക് ജാം ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മത്സരോട്ടം ഉണ്ടോ? ഭയങ്കരമായിട്ട്. അത് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഒരു ഇന്ത്യൻ കൾച്ചർ ആണത്. കാരണം ഒരാൾക്കും വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. കഴിഞ്ഞ ആഴ്ച ശ്യാമപ്രസാദ് ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. മലയാളീസ് ആർ റെസ്റ്റ്ലെസ്. മലയാളിക്ക് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റില്ല, അവന് പെട്ടെന്ന് കാര്യം നടക്കണം. അത് സിനിമ കാണുന്നതിലും അവന്റെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ബസ് ഓടിക്കുന്നവനാണെങ്കിലും കാർ ഓടിക്കുന്ന നമ്മളാണെങ്കിലും റെഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചയാവണം. ATM-ന് മുന്നിൽ 1 മിനിറ്റ് കാത്തു നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ന് തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകരിലെ ഒരു പകുതിയിലധികം ചെറുപ്പക്കാരാണ്. അവർ വളരെ ഇംപേഷ്യന്റ് ആണ്. ദേ ആർ സോ റെസ്റ്റ്ലെസ്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. അവരുടെ കണ്ണുകളെ എപ്പോഴും എന്തെങ്കിലും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കണം. ആക്ച്വലി വി നീഡ് ടു സ്ലോ ഡൗൺ അറ്റ് ടൈംസ്. അല്ല, ഇത് ആക്ച്വലി മലയാളീസ് ആർ റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞ പോയിന്റോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. മലയാളീസ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് മലയാളീസ് അമേരിക്കയിലും ഗൾഫിലും പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ അവർ ജീവിക്കുന്നുണ്ടല്ലോ. ദേ ആർ ഫോളോയിങ് ഈച്ച് ആൻഡ് എവറി റൂൾ. ദേ ആർ ഫോളോയിങ്. അവരെല്ലാ രീതിയിലും എന്താ പറയുക, 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ സിഗ്നലൊക്കെ വെയിറ്റ് ചെയ്ത് പോകാൻ തയ്യാറാണ് അവർ. ആ ഒരു റെസ്റ്റ്ലെസിന്റെ ഒരു സുഖം ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ചിൽ ഉത്രാടത്തിന് മാത്രം പോരെ, 365 ദിവസം വേണോ? ക്ലബ് FM സ്റ്റാർ ജാം വിത്ത് ഷാൻ ആൻഡ് രജത് മേനോൻ, ടൺ കണക്കിന് ഫൺ.
സ്റ്റാർ ജാമിലെ രജത് മേന്റെ കൂടെയാണ്. സോ റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ഫോർ AK-47. ഗൺ എന്റെ കയ്യിലുണ്ട്. എന്റെ പേര് ഷാൻ. എന്റെ കൂടെ ഉള്ളത് രജത് മേനോൻ. ആർ യു റെഡി? യെസ്. ചൂസ് വൺ. ചാൻസ് കിട്ടിയാൽ ആരാവും? വാമനനാവും, മഹാബലി ആവും? മഹാബലി. കുറച്ചു കാലം ഉള്ള പോലെ നല്ല രീതിയിൽ പേരൊക്കെ സമ്പാദിച്ച് പോവാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. വൈ നോട്ട് വാമനൻ? നമ്മളിപ്പോൾ സംസാരിക്കുന്ന മഹാബലിയെ കുറിച്ചല്ലേ, വാമനെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? മഹാബലിയെ പാവം ചവിട്ടി താഴ്ത്തിട്ട് പുള്ളിക്ക് പേരൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഈ ചവിട്ടി താഴ്ത്തുന്ന വാമനന്മാർ ഇൻഡസ്ട്രിയിലുണ്ടോ? ഉണ്ടാവും. എനിക്ക് അതിന് നേരിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് ഉണ്ടാവാം, ഡെഫിനറ്റ്ലി ഉണ്ടാവാം. കേട്ടിട്ടുണ്ടോ? അല്ല, കേട്ടിട്ടുണ്ടാവും. ബിക്കോസ് എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വേറെ ആൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അയാളെക്കാൾ നല്ലത് ഞാനല്ലേ വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സിനിമയെ സംബന്ധിച്ചോളം ഞാൻ ഒന്നും ഒരു വ്യക്തമായ ആധാരമില്ലാതെ ഞാൻ വിശ്വസിക്കാറില്ല. സോ ഐ എം നോട്ട് റിയലി അവെയർ ഓഫ് ഇറ്റ്. ചാൻസ് കിട്ടിയാൽ പുലിയാകും, വേട്ടക്കാരനാകും? വേട്ടക്കാരനാവാം. പുലി ആവില്ല. അല്ല, പുലി ആവുന്നില്ല. അല്ല, ഈ പുലി ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വേട്ടക്കാരന് മുമ്പിൽ വന്നാലും വേട്ടക്കാരൻ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ പാവം പുലി അവിടെ ചത്തുപോകും. വേട്ടക്കാരനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പേടിയില്ല. അതുകൊണ്ട് വേട്ടക്കാരനാവാനാണ് എനിക്ക് ഇഷ്ടം. ഇൻഡസ്ട്രിയിൽ പുലി ആവണമെന്ന വേട്ടക്കാരനാവണമെന്നാണ് ആഗ്രഹം. ഐ ഡെഫിനറ്റ്ലി ബി വേട്ടക്കാരൻ. ആരെയും പേടിക്കാതെ സ്വന്തമായി എന്താ പറയുക, നമ്മുടെ പ്രൊഫഷണൽ സത്യസന്ധത പുലർത്താനാണ് എനിക്കിഷ്ടം. ഒരു ആക്ടർ സത്യത്തിൽ ഡയറക്ടറിന്റെ പുലിയല്ല ആയിരിക്കേണ്ടത്. ഡയറക്ടറിന്റെ പുലിയല്ല, ഡയറക്ടർ ഷുഡ് ബി. ഐ മീൻ ആക്ടറും ഡയറക്ടറിന് ഒരു ബന്ധം മാത്രം എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് യെസ്. കാരണം എന്താ വെച്ചാൽ ആക്ടർ എപ്പോഴും ഡയറക്ടറിന് വേണ്ടി ഒരു പുലി ആയിരിക്കണം, ഡയറക്ടറാണ് അവിടുത്തെ വേട്ടക്കാരൻ. പക്ഷേ നമ്മൾ നമ്മുടെ എന്താ ഇൻഡിവിജ്വൽ ആയ പ്രൊഫഷൻസ് നോക്കുമ്പോൾ, ഞാനൊരു ആസ് എൻ ആക്ടർ നിൽക്കുമ്പോൾ എനിക്ക് മുമ്പിലുള്ള ആര് തന്നെ എത്ര പുലിയാണെങ്കിലും ഐ ആം നോട്ട് റിയലി. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇപ്പം മമ്മൂക്കയോ ലാലേട്ടനോ മുമ്പിൽ നിൽക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചെന്നൊരു കാര്യമില്ല. ഐ എം സപ്പോസ് ടു പ്രൂവ് മൈസെൽഫ്. അപ്പോൾ അവിടെ ഞാൻ വേട്ടക്കാരനായേ പറ്റൂ. പക്ഷേ ഇവിടെ ഞാൻ വേട്ടക്കാരനായേ പറ്റൂ. എന്റെ പേര് ഷാൻ, കൂടെയുള്ള രജത് മേനൻ ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. രജത് മേനൻ, ടെൽ മീ, രജത് മേനൻ ഉള്ളത് വാമനനെ പോലെ മേടിക്കാനുള്ള മിടുക്ക്, മഹാബലിയെ പോലെ കൊടുക്കാനുള്ള മിടുക്ക്? മഹാബലിയെ പോലെ കൊടുക്കാനുള്ള മിടുക്കാണ് എനിക്കുള്ളത്. പക്ഷെ കൊടുക്കാൻ തൽക്കാലം എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. കമോൺ, ഈ ഇൻഡസ്ട്രിയിൽ 1-ന് 10 തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് കിട്ടിയാൽ ഞാൻ അങ്ങോട്ടും കൊടുക്കും. ഇല്ല, ഞാൻ ചില യങ് ആക്ടേഴ്സ് അങ്ങനെയാണ്. എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും. അങ്ങനെ കുറെ റീസെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു നോട്ട് റിയലി ഇൻ ടു ഫൈറ്റിംഗ് ഓർ യുനോ നോട്ട് റിയലി ഇൻ ടു റിവെഞ്ച്. ഒരു ഡയറക്ടറിനെ ഇടയ്ക്ക് ഒരു യങ് ആക്ടർ തല്ലി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേട്ടു. സോ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാട് ഇൻഡസ്ട്രിയിൽ ഇടയ്ക്കെങ്കിലും നടക്കാറുണ്ടോ? ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ഓരോ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ആണ്. ഇപ്പൊ പറയുന്ന ആൾക്ക് ഒരു പക്ഷേ ഉണ്ടായിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്ക് ഒരു പക്ഷേ കൊടുക്കാതിരിക്കാമായിരുന്നു. എന്താ കൂടുതലുള്ളത്? മേടിക്കാനുള്ള മിടുക്ക്, കൊടുക്കാനുള്ള മിടുക്ക്? കൊടുക്കാനുള്ള മിടുക്ക് ഉണ്ട്. കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ കൊടുക്കും ഞാൻ. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആക്ടർ പറയും, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വേണ്ടത് ഒരു മഹാബലി, ഒരു മുഖ്യമന്ത്രി. ഐ തിങ്ക് ഇവിടെ ആക്ച്വലി ജസ്റ്റിസ് ആൻഡ് ലോ ഷുഡ് ബി ദർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാൽ അത് പ്രോപ്പർലി ഇംപൈംഡ് ആണെങ്കിൽ, ഈ പറഞ്ഞ പോലെ മഹാബലി ആണെങ്കിലും മറ്റേ മുഖ്യമന്ത്രി ആണെങ്കിലും ഈവൻ ദേ ആർ ഫോഴ്സ്ഡ് ടു ഫോളോ ഇറ്റ്. ഈവൻ ഇപ്പൊ റീസെന്റ് എനിക്ക് ആക്ച്വലി പറയാൻ നിർഭയ കേസ്, ഡൽഹി കേസ്, ഓഫ്കോഴ്സ് അയാൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയായിരിക്കാം ഒരു 3 years. ജസ്റ്റിസ് ആൻഡ് ലോ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി. അതാണ് ആക്ച്വലി ഭയങ്കര പവർഫുൾ ആവേണ്ടത്. കിങ് റൂൾസ് ഒക്കെ വരുമ്പോൾ അത് ഫോളോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരാൾ പറയുന്ന ഒരു സംഭവം അവിടെ വളരെയധികം കറക്റ്റായി ഫോളോ ചെയ്യുന്നു എന്നുള്ള ആ പേടിയുള്ളതുകൊണ്ട് അതിവിടെ വന്നു കഴിഞ്ഞാൽ ഈവൻ ഡെമോക്രസി. മഹാബലി മുഖ്യമന്ത്രി മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മതി എന്ന് പറയുകയാണെങ്കിൽ ആരെ നോക്കി പറയും? അത് ഡെഫിനറ്റ്ലി മുഖ്യമന്ത്രി. കാരണം മഹാബലി ഓണം കഴിഞ്ഞാൽ തിരിച്ചു പോകും. പിന്നെ അടുത്ത വർഷം ആണോ കാത്തിരിക്കാൻ. മുഖ്യമന്ത്രി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5 years ഉണ്ടാവും. ഇടയ്ക്കെങ്കിലും മുഖം കാണിക്കാം, ഇടയ്ക്കെങ്കിലും ജനസമ്പർക്കം ഉണ്ട്, ഉണ്ടാവും. ഇപ്പൊ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ആക്ടർ രജത് മേനൻ ആൻഡ് ഷാൻ വിത്ത് യു. ഇത് ഓണക്കാലാണ്. റൈറ്റ് നൗ ഞാൻ ഓണത്തെക്കുറിച്ചും ഓണക്കാലത്തെ മലയാളികളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോവാണ്. എന്റെ കൂടെ ആക്ടർ രജത് മേനൻ ഉണ്ട്. ഹായ് രജത്. ഹായ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സോ ടെൽ മീ, ഞാൻ ഇനി കുറച്ച് വാക്കുകൾ പറയാം, ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഡിഫൈൻ. ഇന്നത്തെ കാലത്തെ മലയാളി. ചെന്നൈയിൽ പഠിക്കുമ്പോൾ തമിഴന്മാർക്കിടയിൽ പെട്ടെന്ന് എങ്ങനെ ഒരു മലയാളിയെ കണ്ടുപിടിക്കാന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, നല്ല കോട ചൂടി നല്ല സ്റ്റൈലിൽ അധികം ചിരിക്കാതെ നടക്കുന്ന ആരാണോ അവരാണ് മലയാളി എന്ന് പറയാറുണ്ട്. കോട ചൂടി ചിരിക്കാതെ നടക്കുന്നവൻ മലയാളി. വെയിലാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവിടെ ഫുൾ ഷെയ്ഡ് ആയിരിക്കും ചിലപ്പോൾ, എന്നാൽ പോലും അതിൽ കൊട പിടിക്കും. അതായത് അല്പനാണെന്ന് ചുരുക്കം. അങ്ങനെയും പറയാം. ആസിഫ് അലി ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. മലയാളി തമ്മിൽ കണ്ടാൽ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ മലയാളിയാണെന്നുള്ളത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും എന്റെ അടുത്ത് വന്നിട്ട് ഇവര് മുറി ഇംഗ്ലീഷിൽ തപ്പി തടഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. ആക്ച്വലി ആസിഫ് പറഞ്ഞ പോയിന്റ് വളരെ റെലവെന്റ് ആണ്. വെറുതെ മലയാളി സംഘടന കണ്ടാലും മഹാബലി എല്ലാ വർഷവും കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ പരിതാപകരമായ ഒരു അവസ്ഥ കണ്ടിട്ട് അടുത്ത വർഷം നന്നാവും എല്ലാ പ്രാവശ്യം വിചാരിച്ച് എന്താ നടക്കാതെ പോകുന്ന ഒരാളാണ് പാവമാവൻ. വീണ്ടും അടുത്ത വർഷം വരുന്ന ആളാണ്. വീണ്ടും അടുത്ത വർഷം വരും. എനിക്ക് പക്ഷെ ആ പോയിന്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പട്ടാപ്പകലും നട്ടപ്പാതിരിക്കും കുട പിടിച്ച് നടക്കുന്നവൻ മലയാളി, അതുപോലൊരു കുട പിടിച്ച് നടക്കുന്ന അല്പനല്ലാത്തവൻ മാവേലി പാവം. ഡിഫൈൻ ഓണം. ഇപ്പോഴത്തെ ഒരു കറണ്ട് ജനറേഷൻ പെർസ്പെക്റ്റീവ് പറയാം. അത്തം മുതൽ ഒരു 10 ദിവസമുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഏതാണ് ഇന്നത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്ന് ഭയങ്കരമായിട്ട് ഫാമിലിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലെ ഒരു ഉത്സവം, അതാണ് ഓണം. അല്ലാണ്ട് മുറ്റത്ത് പൂക്കളോടൊന്നും ഉത്സവം അതൊക്കെ പോയി, അതെല്ലാം പോയി. നല്ലോണം വന്നോണം, കണ്ടോണം, പോക്കോണം അത്രേ. ക്ലബ് FM സ്റ്റാർ ജാമിൽ ഹാപ്പി ഓണം, ടൺ കണക്കിന് ഫൺ.
Actor Rajat Menon and Shan with you on Star Jam. Hi Rajat. Hi everyone. Well, ഞാനിപ്പോ ഈ ഓണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില കാഴ്ചകളെ കുറിച്ച് പറയാം. ആൻഡ് അവരോടൊക്കെ എന്താ പറയാനുള്ളതെന്ന് പറയണം. ആദ്യം കടകൾക്ക് മുന്നിലും അസോസിയേഷനും വേണ്ടിയൊക്കെ മഹാബലിയായിട്ട് വേഷം കിട്ടുന്നവരോട്. മഹാബലിയായിട്ട് വേഷം ഇടുന്ന എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പെക്ട് ആണ് എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ മഹാബലി പറഞ്ഞ പോലെ അസോസിയേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരിങ്ങനെ ഒരു വയറ് കുലക്കി ഒരു മഹാബലിയായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നവരാണെങ്കിലും യഥാർത്ഥ കേരളത്തിലെ പ്രജകളാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആക്ച്വലി അങ്ങനത്തെ പ്രജകളെയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വേണ്ടി ചെയ്യുന്നവരാണ് അതിൽ ഒട്ടുമിക്ക പേരും. എല്ലാവരും അല്ല, ഒട്ടുമിക്ക പേരും. കടകൾക്ക് മുന്നിലൊക്കെ മാവേലിയിട്ട് നിൽക്കുന്ന പലരും ദിവസക്കൂലിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ മാവേലി അല്ല എന്നുള്ളതാണ് ഒരു സർക്കാസ്റ്റിക് ആണ് ആക്ച്വലി. അവർ മാവേലിയായിട്ട് വരുമ്പോൾ തന്നെ അവരോടൊക്കെ ഒരുപാട് ബഹുമാനമാണ് ആക്ച്വലി. ഒരുപാട് വർഷങ്ങൾ ഇനി ശരിക്കും മാവേലിയായിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റട്ടെ. റെസ്പെക്ട് അവർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെവ്കോയിൽ ക്യൂ നിൽക്കുന്ന മലയാളി. ഒരു തൃശ്ശൂർകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് ക്യൂ നിന്നാലും ശരി, ഞങ്ങൾ ചാലക്കുടിക്കാർ തൃശ്ശൂർകാർ തന്നെ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോകും. ഞാൻ പറയാണ്, ഈ ഓണം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സത്യത്തിൽ ചാലക്കുടിക്കാരാണോ? ഞങ്ങൾ ഭയങ്കര റവന്യൂ അല്ലേ ഉണ്ടാക്കി കൊടുക്കണേ ഗവൺമെന്റിന്. എത്ര ഭയങ്കര റവന്യൂ ആണ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. കേരളത്തിലെ ചാലക്കുടിയന്മാരോട് എന്താ പറയേണ്ടത്? മാക്സിമം ഇത് കുറയ്ക്കുക. ഓണം അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഫെസ്റ്റിവൽസ് എല്ലാം ഈ കുടിച്ചു തീർക്കാതെ നല്ല ഭക്ഷണവും നല്ല കഴിച്ചു തീർക്കുക. കുടിച്ചു തീർക്കാതെ. കുടിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ പായസം കുടിച്ചു തീർക്കും. പായസം കുടിച്ചു തീർക്കാം ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല സാധാരണഗതിയിലുള്ള ബീവറേജ് സംഭവങ്ങളൊക്കെ കുടിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട് നമുക്ക്. ബാക്കി ത്രൂ ഔട്ട് ദി ഇയർ ഒരുപാട് ദിവസങ്ങളുണ്ട്. നല്ല നല്ല ഒക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കുടിച്ചാൽ അതൊരു വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാക്കാതെ നല്ല രീതിയിൽ ജീവിക്കാം. ഇനിയും ഒരുപാട് ഓണം ഉണ്ണേണ്ടതാണ്. ഒരുപാട് ഓണം ഉണ്ണണം, അതിനുണ്ടാവും. Well, thank you very much, Rajat. Great talking to you. ടൺ കണക്കിന് ഫൺ. ഓണത്തിന് മലയാളിയെ കാണാൻ മാവേലി മാത്രമല്ല ക്ലീറ്റസും വന്നിട്ടുണ്ട്. ക്ലീറ്റസിന്റെ കൂടെ കുന്തം പിടിച്ച ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് രജത് മേനൻ. എന്താണ് ക്ലീറ്റസിന്റെ കൂടെ കുന്തം പിടിക്കാണെന്ന് കേട്ടു? ക്ലീറ്റസിന്റെ കൂടെ മറ്റേ എന്താ പറയാ ഒരുപാട് കാര്യങ്ങളാണ് പിടിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ കുതിരപ്പുറത്ത് കയറി കുന്തം പിടിച്ചു നിന്നു. ചാട്ടവാറ കൊണ്ട് മമ്മൂക്കയെ തല്ലി. അങ്ങനെ മമ്മൂട്ടിയെ മലയാള സിനിമയിൽ തല്ലിയിട്ടുള്ള നടൻ ഞാൻ മാത്രമാണ്. യുവനടൻ. ആക്ച്വലി അതൊരു ഗോസിപ്പായിട്ട് വരുമോ എന്തോ. ഒന്ന് ആഞ്ഞു പറയൂ, ഒരിക്കൽ കൂടി പറയൂ. മലയാള സിനിമയിൽ മമ്മൂട്ടിയെ തല്ലിയ ഒരേ ഒരു ഞാൻ. മലയാള സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂക്കയെ തല്ലിയ ഒരേ ഒരു നടൻ ഞാനാണ്. പേര് രജിത് മേനോൻ. ചാട്ടവാറ കൊണ്ട് അടിച്ചിട്ട് ശരിക്കും അടിച്ചോ? ചാട്ടവാറിന് അടിച്ചു. എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയായിരുന്നു അത് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ മമ്മൂക്ക വന്നപ്പോൾ തന്നെ മമ്മൂക്കോട് പറഞ്ഞു, മമ്മൂക്ക് ഇങ്ങനെ ഞാൻ ചെയ്യാൻ ഇങ്ങനെ പോവാണ്. അപ്പൊ മമ്മൂക്ക് പറഞ്ഞു, അതിനിപ്പോ നീ തളിക്കോ, അതിനിപ്പോ എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ശരിയെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ അടിച്ചു. അപ്പോൾ ഡയറക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്താ പറയാ രജിത്തെ, നീ പേടിക്കണം വേണ്ട, ധൈര്യമായിട്ട് ചെയ്തോ, നല്ല ഫോഴ്സ് ആയിട്ട് തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോളാം. എന്റെ ഇതിൽ ചെയ്തു. പക്ഷെ പിന്നെ മമ്മൂക്ക എന്താ പറയാ, അപ്പൊ മമ്മൂക്കയ്ക്ക് മനസ്സിലായി സംഭവം എന്തായാലും ടെൻഷന്റെ പുറത്താണ് എന്ന് മനസ്സിലായി. അപ്പൊ മമ്മൂക്ക പറഞ്ഞു, ഇത് ചാട്ടവാറ് കണ്ടില്ല, ഇത് വേദന എടുക്കാത്ത ചാട്ടവാറ്, നീ തിരിഞ്ഞിരിക്കുന്നോണ്ട് എന്നെ അടിച്ചു മമ്മൂക്ക. അപ്പൊ മമ്മൂക്ക എന്നെ അടിച്ചു, എനിക്ക് വേദന കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇത്രേ ഉള്ളൂ, എനിക്കും വേദന എടുക്കില്ല, ധൈര്യമായിട്ട് അടിച്ചോളാം പറഞ്ഞു. പിന്നെ ഇറ്റ് വാസ് ഫൈൻ. മലയാള സിനിമയിലെ മമ്മൂട്ടിയെ ചാട്ടവാറിന് അടിച്ച നടനും ഷാനും with you on Star Jam. ടൺ കണക്കിന് ഫൺ. Actor Rajat Menon and Shan with you on Star Jam. Hi Rajat. Hi everyone. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ കുതിരപ്പുറത്ത് കയറി ചാട്ടവാറ കൊണ്ട് അടിച്ചു. പിന്നെ കുന്തം പിടിച്ചു. പിന്നെ നായികയെ എന്താ പറയാ, എന്റെ നായികയുമായി ഒരുമിച്ച് പ്രണയ ഡുവറ്റ് നാടകത്തിൽ ചെയ്തു. ക്ലീറ്റസിന്റെ കൂടെ കുന്തം പിടിച്ച നടനാണ്. മലയാള സിനിമയിൽ എവിടെയാണ് കുന്തം പിടിച്ച് നിൽക്കുന്നു, കുതിരപ്പുറത്ത് കയറി? ഞാനിപ്പോ ആക്ച്വലി എന്താ പറയാ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറാൻ ഉള്ള ഒരു പരിശ്രമത്തിലാണ്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കായിരിക്കും, നിൽക്കില്ല. എവിടെയാണ് ഒരു മലയാള ആസ് ആൻ ആക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രജത്തിന്? ഐ എം വെരി മച്ച് എന്താ പറയുക ഒരു അപ്കമിങ് ആക്ടർ. സെർച്ചിങ് ഫോർ എ ഗുഡ് റോൾസ്. കുന്തം ഹോൾഡിംഗ് ആക്ടർ ആണ് ഇപ്പോൾ. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ക്യാരക്ടേഴ്സിലൂടെ ഡെഫിനറ്റ്ലി കിരീടം അണിഞ്ഞ് രാജാവായി മാറാനുള്ള ശ്രമത്തിലാണ്. You really want that? ഇല്ല, ഐ എം നോട്ട് ലൈക്ക് വോണ്ട് എന്നുള്ളതല്ല, ബട്ട് ഐ റിയലി വോണ്ട് ടു എസ്റ്റാബ്ലിഷ് മൈസെൽഫ് ആസ് an actor or whatever it is. It's great talking to you, Rajat. I think പിന്നെ you have a wonderful ഓണം. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ചാലക്കുടിക്കാരനാവരുത്, കയ്യിൽ നാഗപ്പള്ളിക്കാരനെ പോലെ ആവരുത്. ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ആ തമാശ നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ ശേഷം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. Very true. That is not the way to live. There are like lot many and there are interesting things happening in life. So Star Jam Onam special. And right now young Maveli Rajat Menon, tell me how was it? It was really nice talking to you, Shan. And എന്താ പറയുക ഓണം സ്പെഷ്യലായിട്ട് ഓണത്തിന് ക്ലീറ്റസിന്റെ വിശേഷങ്ങളും ഓണം സ്പെഷ്യൽ കേരളത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനായിട്ട് ഇവിടെ സ്റ്റാർ ജാമിൽ ഇവിടെ ക്ലബ് എഫ് എമ്മിൽ എത്തിയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ വൺസ് അഗൈൻ വിഷിംഗ് യു എവ്രിവൺ എ വെരി വെരി ഹാപ്പി ഓണം.